പറയുന്നേ. അതേ കുട്ടപ്പായി, നീ വിചാരിക്കുന്ന ഗ്ലാമറൊന്നും എന്റെ ജീവിതത്തിനില്ല. സത്യത്തിൽ അപ്പം മരിക്കുന്നതുവരെ സ്ഥിതി ഇത്ര മോശമാണെന്ന് ഞാൻ കരുതിയില്ല. 6 പെങ്ങന്മാരെ അപ്പൻ നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടു. പിന്നെ അപ്പന്റെ കുതിരപ്പന്തേ രാഷ്ട്രീയം, നാട് നീളെയുള്ള പെണ്ണുങ്ങൾ. പലയിടത്തും എനിക്ക് ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഞാനതൊന്നും അന്വേഷിച്ചിട്ടില്ല. അവർക്കൊക്കെ അപ്പം കൈയയച്ച് പണം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം മരിക്കുമ്പോ എനിക്ക് കിട്ടിയത് കടം കയറിയ എസ്റ്റേറ്റ്. എന്റെ അവസ്ഥ അവരറിയിക്കാൻ ഒക്കുകയില്ല. അവരോരോന്ന് പറയുമ്പോ പിന്നെയും ഞാൻ കടം വാങ്ങിക്കും. ഈൽഡ് ആണെങ്കിൽ വളരെ മോശം. റീപ്ലാന്റ് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ഒരു 6 കൊല്ലത്തേക്ക് ഒരു വരുമാനവും ഇല്ല. ആ തമിഴൻ തേവര ഇതുവരെ എന്നെ താങ്ങി നിർത്തിയത്. ഇന്ന് അയാൾ വരും. അയാൾ കൂടി ഉടക്കി പിരിഞ്ഞാൽ. കേട്ടിട്ട് തമാശ തോന്നുന്നു. ആ തമിഴൻ ദേവര ഇത്രയ്ക്ക് പൂതി ഇളകിക്കളഞ്ഞ പെണ്ണ് അവൾ ആരാ? അശ്വതി. 55 വയസ്സ് കഴിഞ്ഞ തേവർക്ക് ആ കൊച്ചു പെണ്ണിനെ കീപ്പായിട്ട് വെക്കണം. അത് ഇടപാടാക്കി കൊടുത്താൽ എന്റെ കടം കുറച്ചു നാളത്തേക്ക് കൂടി നിർത്തിത്തരും. അപ്പൊ ഞാൻ ആരാടാ? ദിവംഗതനായ ഇരിപ്പുങ്കൽ വർക്കിയുടെ മോനാരാ? ബ്രോക്കർ റോയി. അതും ഒരു അൺസക്സസ്ഫുൾ ബ്രോക്കർ. வெட்டிடுவேன். அந்த பொண்ணை செட்டப் பண்ற 4 தடவை சொன்னேன். செஞ்சியா? മുതലാളിന്റെ ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കണം. ഇനി അത് നടന്നില്ലെങ്കിൽ കുറച്ച് പണമെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച പണമാ? ஏண்டா விளையாடுறியா? கொஞ்சம் பணமா எனக்கு நீ கொடுக்கணும். எவ்வளவு பணம் கொடுக்கற தெரியுமா? പതുക്കെ. നാട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റുകളുണ്ട്. എന്നെ അവമാനിക്കരുത്. இந்த பதுக்குகளுக்கெல்லாம் பேச எனக்கு தெரியாது. நான் சத்தம் போட்டு தான் பேசுவேன். நீ 1 நம்பர் ஃப்ராடுன்னு எல்லாருக்கும் தெரியட்டும். ஐயர பெட்டி தரையா தரையா சீக்கிரம். பாத்தியாடா, நீ உங்க அப்பனுமா எனக்கு எழுதி கொடுத்த கடன் பத்திரம் உங்க எஸ்டேட் பூரா திருப்பி கொடுத்தாலும் என் கடனை அடைக்க முடியாதுடா. உங்க கடனை எப்படி வசூல் பண்றதுன்னு எனக்கு தெரியும். உங்க அக்கா தங்கச்சிங்களுக்கு சீதனமா எழுதி கொடுத்தீங்களே சொத்து, அதையும் சேர்த்து அமைக்கிறேன். திருட்டு ராஸ்கல். எடியா போட்டியா? முதலாளி ப்ளீஸ். டேய், உனக்கு கொஞ்சம் டைம் கொடுக்கறேன். அது கூட உனக்காக இல்ல, உங்க அப்பனுக்காக. இன்னைய ராத்திரியும் நாளைய பகலும் அதுக்குள்ள. டேய், ஊர்ல வேற பொண்ணே கிடைக்கலன்னு இல்லடா, தேவர் ஒரு பொண்ணை நினைச்சிட்டா அதை முடிச்சிடணும். அது ஏன் பழக்கம் இல்லடா, என் பரம்பரை பழக்கம். வர பாப்பா, நல்லா இருக்கிறியாமா? ചായോ, ഈ പാവി എല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലായി. നമുക്കിവിടെ നിക്കക്കളിയില്ലെന്നാ തോന്നുന്നു. റോയിയെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാ. ഒന്നുമില്ലല്ലോ, അഭയം തന്നല്ലേ. എങ്ങനെ? പറയാം. അല്ലേ, ഇതാരൊക്കെയാ? വാങ്ങ സാർ, വാങ്ങൂ. അല്ല, പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ? ഒരു സ്ഥലത്ത് വരുമ്പോ അവിടുത്തെ ദിവ്യന്മാരുമായിട്ടൊക്കെ ഒരു വാങ്ങ സാർ, വാങ്ങൂ. ഓരോരുത്തർക്ക് വേണ്ടവരൊക്കെ സെലക്ട് ചെയ്തോ? നില്ലേ, എനിക്ക് വേണ്ട വിളക്കേറി നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ. ആരാടി അമ്മിണി? ഇടി അമ്മിണി ആരാണെന്ന്? അമ്മിണി ഇന്ത കൂട്ടത്തിലില്ല സാർ, ഞാൻ കൂപ്പിട്ട് പറഞ്ഞു. നിങ്ങൾ തുടങ്ങും. അവിടെ വിളിക്കുന്നു. ആര്? റോയ് സാറിന്റെ ഫ്രണ്ടാ, പുറത്തുനിന്ന് വന്നതാ. ആരായാലും എനിക്ക് വയ്യെന്ന് പറ. വയ്യെന്നോ? ആരാണ് അവള്? വേശ്യാലയത്തിലെ ശീലാവതിയോ അതോ സദാചാരത്തിന്റെ കാവൽ മാലാക്കയോ? വിളിയാളവിടെ. അത് വന്ന് അമ്മണി ആര് പറഞ്ഞു? അടിക്കില്ലേ, അങ്ങനെ വരുന്നേ. മോളെ വിളിക്കണം.
ഇയാള്? ആരാ മുതലാളി? ഓ താനാണല്ലേ മത്തായി. എവിടോ അമ്മണി? വിളിയടാ. എനിക്ക് അവളെ വേണം, അവളെ മോളെ വേണം. വിളിയടാ. ഒന്ന് അടങ്ങ്, നമുക്കൊക്കെ വഴിയുണ്ടാക്കാം. എവിടെയാണ് അവള്? അന്ത റൂമിലുണ്ട്. എവിടെ അവള്? ബഹളം കെട്ടി ഇറങ്ങി ഓടിക്കാണും. അവര് തമ്മിൽ കണ്ടോ? ഇല്ല, രക്ഷപ്പെട്ടു. എവിടാ അമ്മണി മോളും? അവളീ ബഹളം കേട്ടതിൽ പോയെന്ന് തോന്നുന്നു. നീ ആ റോയിയെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ബഹളം വെക്കാ സാറേ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? പിന്നെ പബ്ലിക് പ്ലേസ്. സാറ് വാ, എടാ, നീ വലിയ വാചകമൊന്നും അടിക്കാതെ. വാ, ഞാനില്ല. കയ്യെന്ന് വിടാ. എടാ ഇവിടെ വിടണം. നമ്മളിവിടെ വന്ന് ന്യായമായ ഒരു കാര്യത്തിനാ. അവൾ എന്തിനാ ഇറങ്ങി ഓടണം? അവളാരാ? ശീലാവതിയോ? അത് അവിടെ ചേച്ചിയോ? അതൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ പോലെ തന്നെയല്ലേ അവള്. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നീ വിടറാ. നമ്മള് വന്ന കാര്യം സഹിക്കാതെ പോകുന്ന പ്രശ്നം. പറയുന്നത്. എടാ മത്തായി, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് അവളെയും മോളെയും റോയിയുടെ ബംഗ്ലാവിൽ എത്തിച്ചില്ലേ കുട്ടപ്പായുടെ സ്വഭാവം നീ മനസ്സിലാക്കും. അച്ഛൻ വണ്ടിലോട്ട് കയറിയട്ടെ. കേറേ. എന്താണ് നോക്കിയിരിക്കുന്നത്? പോകത്ത്. അമ്മേ, എന്തു പറ്റി? എന്താ ഈ സമയത്ത് തിരിച്ചു വന്നത്? ഞാനിന്ന് അയാളെ കണ്ടു മോളെ. അയാളെ തന്നെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ആ ശബ്ദം അയാളോ? ആരുടെ കാര്യം അമ്മ ഈ പറയുന്നത്? അയാൾ എന്നെ തേടി വന്നതാ. എന്നെ ചതിച്ചത് പോരാഞ്ഞ് വർഷങ്ങളായിട്ടും പിന്നെയും പക. ഇപ്പൊ എന്റെ മോളെ കൂടി. കൊല്ലും ഞാൻ അവനെ. ഇന്ന് വരെ അയാളെ മനസ്സിൽ പോലും ഞാൻ അവനൊന്ന് വിളിച്ചിട്ടില്ല, വേർത്തിട്ടില്ല. കുറച്ചു സമയം മുമ്പ് വരെ. അമ്മേ, അതേ മോളെ, ചിരിച്ചു കാണിക്കും, സ്നേഹം അഭിനയിക്കും. ചതി പറ്റുമ്പോൾ കൂടി നമുക്ക് അയാളെ വെറുക്കാൻ കഴിയില്ല. അതാ അയാള്. അമ്മേ, പാവപ്പെട്ട നിന്റെ അമ്മയെ അയാൾ ചതിക്കായിരുന്നു. വേണമെന്ന് വിചാരിച്ച് ഒരു തമാശയ്ക്ക്. ഫ്രാൻസിസ് എന്താ ആലോചിക്കുന്നത്? ഇക്കാര്യത്തിൽ കയ്യും മെയ്യും മറന്ന് ഞങ്ങൾ വർക്ക് ചെയ്തെന്ന് വെച്ചോ, ഞങ്ങൾക്ക് എന്താ ഒരു ലാഭം? ലാഭം പബ്ലിസിറ്റി. നല്ല പബ്ലിസിറ്റി അല്ലേ? പൗരപ്രമുഖനാകാം. നിങ്ങളൊക്കെ ലോ കോളേജിൽ നിന്ന് ഇറങ്ങിയല്ലേ? കുടുംബത്ത് കാശുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ചവിട്ടോടി. എനിക്കാണ് എന്റെ വാരിക്കൊരു പബ്ലിസിറ്റിയും. ഒരു സമൂഹ വിവാഹം സംഘടിപ്പിക്കാന്നൊക്കെ പറയുമ്പോ നിങ്ങളെപ്പോലെ ചില പ്രമുഖ സാമൂഹ്യ വിരുദ്ധന്മാരും ചില സാംസ്കാരിക സംഘടനകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ബലമാ. തന്നെ വന്നേ. ഞങ്ങൾ തനിക്ക് ബലം തരാം. പക്ഷേ ഞങ്ങൾ ഈ ചില കുരുത്തക്കേടൊക്കെ ഒപ്പിക്കും. താനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചോണം. എങ്ങാനും നാറിയാ ഞങ്ങൾ ഒറ്റരുത്. ഇല്ല, ഏതായാലും ഈ ലോ കോളേജിൽ നിന്നും പട്ടണത്തിൽ നിന്നും ഒക്കെ പിരിയുക. ഈ ജന്മത്ത് ഞാനൊന്നും LLB പാസ്സാകാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ നഗരത്തിൽ നമ്മുടെ ഒരു പാദമുദ്ര കിടക്കട്ടെന്താ? പുലിവാലാവില്ലല്ലോ. ഇല്ലടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് കലക്ടറേയും വീഡിയോ ഒന്ന് കാണണം. കണ്ടിട്ട് വൈകുന്നേരം ഹോസ്റ്റലിലോട്ട് വരാം. ഫ്രാൻസിസേ, ഇത് പിള്ളേരുകളിയല്ല കേട്ടോ. ഒന്ന് പോടാ പുല്ലേ. സമൂഹ വിവാഹം മാങ്ങാ തൊലിയാണ്. ഇതൊക്കെ ഒരു ഫ്രാഡ് വേലയാണെന്ന് വരുന്ന അവന്മാർക്കും കേട്ടുന്ന അവൾമാർക്കും അറിയാം. പിന്നെ ഒത്താ ഒക്കട്ടെ എന്ന് വിചാരിച്ചു വരുന്നു, അത്ര തന്നെ. ആദ്യമായി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമാൻ പ്രസന്നകുമാർ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, വിവാഹ ചെലവുകളും അതിന്റെ ഫോർമാലിറ്റികളും അത്യന്തം ദുർഘടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഈ ദൗത്യം ഏറ്റെടുത്ത മഹിളാ കേരളം വാരികയെയും
അതിന്റെ പത്രാധിപരായ ശ്രീ കരുണാകരനെയും ഞാൻ അഭിനന്ദിച്ചുകൊള്ളുന്നു.